ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രിപ്പറേഷനിലേക്കാണെന്ന് അറിയാം. എക്സാമിങ് അടുത്തു അല്ലേ? എല്ലാം നന്നായിട്ട് നടക്കട്ടെ, നന്നായിട്ട് എഴുതുക എല്ലാവരും. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് ചാപ്റ്ററിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡി നോട്ട് 7 മൊഡ്യൂൾ 7 എക്കണോമിക്സ് ഓഫ് മെയിൻ്റനൻസ് ആൻഡ് സ്പെയർസ് മാനേജ്മെന്റ്. അതിനെ പറ്റിയിട്ട് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കൺസെപ്റ്റ് മനസ്സിലാവാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണത്. കുഴപ്പമില്ല, കുറേ അധികം പ്രോബ്ലംസ് ഒക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ഒരു റിക്വസ്റ്റ് വന്നിരുന്നു, ചേട്ടാ ഇലിസ്ട്രേഷൻ 9 ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, അതങ്ങോട്ട് മനസ്സിലാവുന്നില്ല, എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അങ്ങോട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല, ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു വെപ്രാളമാണ്. ഒരു പ്രശ്നമില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമുക്കത് ആദ്യം ആ ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം, അതിനുശേഷം ഒന്നിച്ച് ചെയ്യാം കേട്ടോ. എല്ലാവരും കാൽക്കുലേറ്റർ, പെൻസിൽ, പേന, ബുക്ക് കാര്യങ്ങളെല്ലാം എടുത്തു വെച്ചോളൂ. ഒന്നിച്ചങ്ങ് ചെയ്യാം നമുക്ക്. ആരും മടി വിചാരിക്കേണ്ട, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം. എക്സാമിന് ഇത് ചോദിക്കാം എന്നുള്ള ഒരു 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 അസംഷൻ അങ്ങ് ചെയ്തോ. ഓക്കെ, തുടങ്ങിയാലോ? തുടങ്ങാം അല്ലേ? ഓക്കെ. ഇലിസ്ട്രേഷൻ നമ്പർ 9. A large computer installation contains 2000 components of identical nature. 2000 components, ഐഡന്റിക്കൽ നേച്ചറിലുള്ള 2000 കമ്പോണൻസിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഫെയിലിയർ ഡാറ്റ ഇവിടെ തന്നിട്ടുണ്ട്. കണ്ടോ? എത്ര മന്ത് ഉണ്ട്? 1, 2, 3, 4, 5. 5 മന്തുകളും അതിന്റെ പെർസെന്റേജ് ഫെയിലിയർ ടു ഡേറ്റ് ആണ് തന്നിരിക്കുന്നത്. ഫെയിലിയർ ടു ഡേറ്റ്, അതായത് ഫസ്റ്റ് മന്തിലെ പെർസെന്റേജ് എന്ന് പറയുന്നത് 10%. രണ്ടാമത്തെ മന്തില് ഈ ഫസ്റ്റ് മന്തിലെ 10% കൂടെ ചേർത്ത് ക്യുമുലേറ്റ് ചെയ്താണ് 25 എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിൽ ഒന്ന് വേർതിരിച്ചെടുക്കണം. രണ്ടാമത്തെ മാസത്തെ എത്രയാണോ പെർസെന്റേജ് ഫെയിലിയർ എന്നുള്ളതൊന്ന് വേർതിരിച്ചെടുക്കണം. എങ്ങനെ എടുക്കും? 25ൽ നിന്ന് ഈ 10 കുറച്ചാൽ മതി. 25ൽ നിന്ന് 10 കുറയ്ക്കുക, അപ്പൊ എത്ര വരും? 15. മൂന്നാമത്തെ മാസം 1ഉം 2ഉം ചേർത്ത് 50 തന്നിരിക്കുന്നത്. മൂന്നാമത്തെ മാസത്തിൽ അതെങ്ങനെ വേർതിരിച്ചെടുക്കും? 50ൽ നിന്ന് ഈ 25 കുറച്ചാൽ മതി. അങ്ങനെ 4ഉം 5ഉം നിങ്ങൾ ഒന്ന് വേർതിരിച്ച് എഴുതണം. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റെപ്പ്. പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ഇനി ബാക്കി ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യാം. കമ്പോണൻസ് വിച്ച് ഫെയിൽ ഹാവ് ടു ബി റീപ്ലേസ്ഡ് ഫോർ എഫിഷ്യന്റ് ഫംഗ്ഷനിങ് ഓഫ് ദി സിസ്റ്റം. ഫെയിലിയർ ആവുന്ന കമ്പോണന്റ് അപ്പൊ തന്നെ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ? ആ സിസ്റ്റം നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. If they are replaced as and when failure occur, the cost of replacement per unit is 3 rupees. അതായത് ഫെയിലിയർ ഉണ്ടാവുമ്പോൾ തന്നെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവർക്കുണ്ടാവുന്ന കോസ്റ്റ് പെർ യൂണിറ്റിന് 3 രൂപയാണ്. ഓക്കെ, പറഞ്ഞു മനസ്സിലായോ? ഒരു കമ്പോണന്റ് ഫെയിലിയർ ആവുമ്പോൾ അപ്പൊ തന്നെ അവരത് റീപ്ലേസ് ചെയ്യുകയാണ്. അതിനെ നമ്മൾ ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് എന്ന് പറയും. ഇപ്പൊ ഫസ്റ്റ് മന്തിൽ, ഒന്നാമത്തെ മന്തിൽ ഇത്ര യൂണിറ്റ്സ് കമ്പോണന്റ് ഫെയിലിയർ ആയെന്ന് വെച്ചോ, അപ്പൊ തന്നെ അവരത് റീപ്ലേസ് ചെയ്യാണ്. പെർ യൂണിറ്റിന് 3 രൂപ. ഓക്കെ, അതാണ് അവരുടെ ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളുടെ മിക്സർ ആണെന്ന് നമുക്ക് വേണേൽ പറയാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 2 കാര്യങ്ങളുടെ മിക്സർ ആണ്. ഇഫ് ഓൾ കമ്പോണൻസ് ആർ റീപ്ലേസ്ഡ് ഇൻ 1 ലോട്ട് അറ്റ് പീരിയോഡിക്കൽ ഇന്റർവെൽസ്, അതായത് 2, 3 മാസം അല്ലെങ്കിൽ 2, 3, 4 മാസം കൂടി ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യുക. അതിനെ നമ്മൾ ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് എന്ന് പറയും. ആൻഡ് ഇൻഡിവിജ്വൽ റീപ്ലേസ് ഓൺലി സച്ച് ഫെയിലിയർ occur between ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ്. ഗ്രൂപ്പ് റീപ്ലേസ്മെന്റുകൾ ചെയ്യുമ്പോൾ അതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ. ആ ഗ്യാപ്പില് ഏതെങ്കിലും ഒരു മെഷീൻ ഏതെങ്കിലും ഒരു കമ്പോണന്റ് ഫെയിലിയർ ആവുകയാണെങ്കിൽ അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇൻഡിവിജ്വലി റീപ്ലേസ് ചെയ്യാം. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഇവിടെ ഗ്രൂപ്പ് റീപ്ലേസ്മെന്റും വരുന്നു, ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റും വരുന്നു അല്ലെ? പറഞ്ഞ മനസ്സിലായോ? ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താ? ഫെയിലിയർ എപ്പോഴാവുന്നോ അപ്പൊ തന്നെ എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യുക. ഇപ്പൊ ഫസ്റ്റ് മന്തിൽ ഒരു 500 എണ്ണം കേടായി എന്നുണ്ടെങ്കിൽ 500 എണ്ണം അപ്പൊ തന്നെ ആ മന്തിൽ തന്നെ എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യുക. അതൊരു ഓപ്ഷൻ. അതിന് പെർ യൂണിറ്റിന് 3 രൂപയാവും എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? 2, 3, 4 മാസം കൂടി ഇരിക്കുമ്പോൾ ഒന്നിച്ച് റീപ്ലേസ് ചെയ്യുക. അതിനെ നമ്മൾ ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് എന്ന് പറയും. അതോടൊപ്പം തന്നെ ഈ 2 ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് ഇടയിൽ ഒരു സമയം ഉണ്ടാവുമല്ലോ. ആ സമയത്ത് ചിലപ്പോൾ ഒരു മെഷീൻ കേടായെന്ന് വരും, ഒരു കമ്പോണന്റ് കേടായെന്ന് വരും. അവനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻഡിവിജ്വലി റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ 2 കാര്യങ്ങളുടെ മിക്സർ ആണ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് 3 രൂപയാണെന്ന് പറഞ്ഞു. ഗ്രൂപ്പ് റീപ്ലേസ്മെന്റിന്റെ കോസ്റ്റ് എത്രയാണ്? 1 rupees. പെർ യൂണിറ്റിന് 1 ആണെന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ അല്ല, ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് എത്രയാ? ₹1. ഓക്കെ, അസസ് വിച്ച് പോളിസി ഓഫ് റീപ്ലേസ്മെന്റ് വുഡ് ബി എക്കണോമിക്കൽ. നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് ഓപ്ഷനാണ് ബെറ്റർ? ഇതിൽ ഏത് ഓപ്ഷനാണ് എക്കണോമിക്കൽ? ഏത് തരം റീപ്ലേസ്മെന്റ് ആണ്? ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് ആണോ അതോ ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് ആണോ
ബെറ്റർ എക്കണോമിക്കൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അതിന്റെ ആൻസറിലേക്ക് വരാം. നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടേ? കമ്പ്യൂട്ടേഷൻ ഓഫ് ഫെയിലിയർ ആൻഡ് മീൻ ലൈഫ് കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് കോസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇൻഡിവിജ്വലി റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തിലുണ്ടായ ഫെയിലിയർ നമ്മൾ അതേ മാസത്തിൽ തന്നെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവർക്കുണ്ടാവുന്ന കോസ്റ്റ് എത്രയാണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കണം. അതിന് നമ്മൾ മന്തുകൾ എഴുതി പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ അതെങ്ങനെയാണ് എഴുതേണ്ടത്, വേർതിരിച്ച് എഴുതേണ്ടത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഫസ്റ്റ് മന്തിൽ 10% ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഫസ്റ്റ് മന്തിൽ 10% ആണ്, അത് അതേപടി എഴുതുക 0.10. സെക്കൻഡ് മന്തിൽ ഈ 1 മന്തിലെ ഫസ്റ്റ് മന്തിലേയും കൂടെ ചേർത്താണ് തന്നിരിക്കുന്നത് 25. അപ്പൊ നമ്മൾ എങ്ങനെ വേർതിരിക്കും? 25 മൈനസ് 10 എത്ര വരും? 15 വരും അല്ലെ. 15% എന്ന് പറയുമ്പോൾ 0.15. അങ്ങനെ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ എഴുതുക. ദെൻ പി ഇൻറ്റു എക്സ് ചെയ്യുക. മന്തിനെ പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ കൊണ്ട് ഇൻറ്റു ചെയ്യുക. ജസ്റ്റ് അതിന്റെ ടോട്ടൽ എടുക്കുക. 3.35 മന്ത്സ് വരും. അതായത് ആവറേജ് ലൈഫ് ഓഫ് എ കമ്പോണന്റ്, ഒരു കമ്പോണന്റിന്റെ ആവറേജ് ലൈഫാണ് നമ്മൾക്ക് പി എക്സ് സിഗ്മ പി എക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, ഒരു കമ്പോണന്റിന്റെ ആവറേജ് ലൈഫാണ് നമുക്ക് സിഗ്മ പി എക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതായത് 3.35 മാസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഫെയിലിയർ ആവുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആവറേജ് നമ്പർ ഓഫ് റീപ്ലേസ്മെന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? 2000. ടോട്ടൽ കമ്പോണന്റ്സ് 2000 ആണ്. 3.35 മന്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഒരു മാസം 597 യൂണിറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഫെയിലിയർ ആവുന്നുണ്ട്. ഒരു മാസം കഴിയുമ്പോൾ 597 യൂണിറ്റ്സ് എന്ത് ചെയ്യുന്നു? ഫെയിലിയർ ആവുന്നു. അങ്ങനെയാണെങ്കിൽ പെർ യൂണിറ്റിന് 3 രൂപ വെച്ച് അവർക്ക് എത്ര രൂപയാവും പെർ മന്ത്? 1791 രൂപ. പറഞ്ഞ മനസ്സിലായോ? ഒരു മാസം 597 യൂണിറ്റ്സ് ഫെയിലിയർ ആവുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പെർ യൂണിറ്റിന് 3 രൂപ വെച്ച് അവർക്ക് മാസം എത്ര രൂപ ചിലവാകും? ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് നടത്തുമ്പോൾ 1791 രൂപ. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പകുതി കിട്ടിയിട്ടുണ്ട്, പകുതി ആയിട്ടുള്ള. ഇനി നമ്മൾ ഗ്രൂപ്പ് റീപ്ലേസ്മെന്റിന്റെ കാര്യത്തിലേക്ക് കടക്കാൻ പോവാണ്. ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് അതിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് റീപ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് റീപ്ലേസ്മെന്റ് ആ ഇക്വേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇക്വേഷൻസ് ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് കൃത്യമാണ്, ശരിയാണ്, എവിടെയും തെറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഇക്വേഷൻ തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. N1 ആദ്യം കണ്ടുപിടിക്കണം. N1 ഈസ് ഈക്വൽ ടു N0 ഇൻറ്റു P1. N0 എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് കമ്പോണൻസ് ആണ്. P1 എന്ന് പറയുന്നത് ഫസ്റ്റ് മന്തിലെ പ്രോബബിലിറ്റി. ഇൻറ്റു ചെയ്യുമ്പോൾ 200 വരും. N2 എന്ന് പറയുന്നത് N0 ഇൻറ്റു P2 പ്ലസ് N0 ഇൻറ്റു P2. N0 എന്ന് പറയുന്നത് 2000, P2 എന്ന് പറയുന്ന പ്രോബബിലിറ്റി 2 ആണ്, അതായത് 0.15. അതിനോടൊപ്പം എന്ത് ആഡ് ചെയ്യുക? നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച N1 ഇല്ലേ 200, അവനെ ആഡ് ചെയ്യുക. അവൻ ഇൻറ്റു P1. P1 എത്രയാ? പ്രോബബിലിറ്റി 1 0.1 അല്ലേ. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന ഫിഗർ ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് 320. അങ്ങനെ ബാക്കി കൂടി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കണ്ടുപിടിച്ചോ? സമയം തരാം, പെട്ടെന്ന് കണ്ടുപിടിച്ചോ. ഒരു 1.5 മിനിറ്റിന്റെ കാര്യമുള്ളൂ, വേഗം ചെയ്തേ. Expected number of replacements. പോസ് ചെയ്തിട്ട് ചെയ്തോ വേഗം. ആ ഇക്വേഷന്റെ ആ ഒരു ഫോർമാറ്റ് എപ്പോഴും പഠിച്ചു വെച്ചോണം. അതിന്റെ ആ ഒരു പോക്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം ആ ഇക്വേഷൻ മനസ്സിലേക്ക് ഫീഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഇങ്ങനൊരു ടേബിൾ വരയ്ക്കാം. നമ്മൾ ആവറേജ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. ആവറേജ് കോസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് നമ്മൾ കണ്ടുപിടിച്ചതുപോലെ തന്നെ ആവറേജ് കോസ്റ്റ് ഓഫ് ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അതിന് നിങ്ങൾ ഈ രീതിയിലൊരു ടേബിൾ വരയ്ക്കുക. ആദ്യത്തെ കോളത്തിൽ മന്ത് എഴുതണം. രണ്ടാമത്തെ കോളത്തിൽ ക്യുമുലേറ്റ് ചെയ്ത് എഴുതണം. നിങ്ങൾ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് റീപ്ലേസ്മെന്റ് കണ്ടുപിടിച്ചല്ലോ. കണ്ടുപിടിച്ചു, അത് ക്യുമുലേറ്റ് ചെയ്ത് എഴുതണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, 2, 3, 4 മാസം കൂടിയിരിക്കുമ്പോഴാണ് ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് നടത്തുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഫസ്റ്റ് മന്തിലാണ് 200, ഇത് സെക്കൻഡ് മന്തിൽ മാത്രമാണ് 320, തേർഡ് മന്തിലാണ് 562. അപ്പൊ ഇതൊന്ന് ക്യുമുലേറ്റ് ചെയ്ത് എഴുതിയാലല്ലേ പറ്റുള്ളൂ. സോ അത് ക്യുമുലേറ്റ് ചെയ്ത് എഴുതുക. ഫസ്റ്റ് മന്തിൽ 200,
ദെൻ 200 പ്ലസ് 320 520 വരും. ദെൻ 520 പ്ലസ് 562 1082 അങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് എഴുതുക കേട്ടോ. ക്യുമുലേറ്റ് ചെയ്ത് എഴുതുക. ഫസ്റ്റ് മന്തിൽ 200 ആയിരുന്നു. സെക്കൻഡ് മന്തിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് മന്തിലെ 200 കൂടെ കൂട്ടി 520 ആയി. തേർഡ് മന്തിലേക്ക് വന്നപ്പോൾ സെക്കൻഡ് മന്തിലെ 520നോടൊപ്പം എത്രയോടെ കൂടി? മൂന്നാമത്തെ മാസത്തിലെ 562 കൂടെ കൂടി 1082 ആയി. അങ്ങനെ 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 ക്യുമുലേറ്റ് ചെയ്ത് എഴുതുക. എഴുതിയോ? ഞാൻ പറഞ്ഞല്ലോ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളുടെ മിക്സർ ആണെന്ന്. അതുകൊണ്ടാണ് ഇവിടെ ഇൻഡിവിജ്വൽ കോസ്റ്റ് കൂടി നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഗ്രൂപ്പിന്റെ കൂടെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആ ഗ്രൂപ്പ് റീപ്ലേസ്മെന്റിന്റെ ഇടയ്ക്ക് ഇപ്പൊ രണ്ട് ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് നടത്തുന്നതിന് ഇടയ്ക്ക് ചിലപ്പോൾ ഒരു മെഷീൻ കേടായെന്ന് വരും, ഒരു കമ്പോണന്റ് കേടായെന്ന് വരും. അപ്പൊ അവനെ മാത്രം നമ്മൾ ഇൻഡിവിജ്വലി റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ കോസ്റ്റ് കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇൻഡിവിജ്വൽ കോസ്റ്റ് എത്ര? അറ്റ് 3 അല്ലേ? സോ 200 ഇൻറ്റു 3, 520 ഇൻറ്റു 3, 1082 ഇൻറ്റു 3, 1836.2 ഇൻറ്റു 3 ചെയ്യുക. ഇൻഡിവിജ്വൽ കോസ്റ്റ് കണ്ടുപിടിക്കുക. ഇവിടെ വരുമ്പോൾ 2535.92, 7607.76 വരും. ഓക്കെ. ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് എത്രയായിരുന്നു? 2000 കമ്പോണൻസിന് 1 രൂപ വെച്ച് അല്ലേ? 2000 കമ്പോണൻസിന് 1 രൂപ വെച്ച് 2000 തന്നെ എല്ലായിടവും വരും. എല്ലായിടവും 2000 തന്നെ. ദെൻ ടോട്ടൽ കോസ്റ്റ് കാണുക. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ കോസ്റ്റ് പ്ലസ് ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് 2600, 3560, 5246, 7508.6, 96007.76. ദെൻ ആവറേജ് കോസ്റ്റ് പെർ മന്ത് കണ്ടുപിടിക്കുക. പെർ മന്ത് കോസ്റ്റ് എത്ര വരും എന്നുള്ളത് കണ്ടുപിടിക്കുക. പെർ മന്ത് കോസ്റ്റ് അതിനെന്ത് ചെയ്യണം? 2600നെ അതായത് ടോട്ടൽ കോസ്റ്റിനെ നമ്മൾ മന്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 2600 ഡിവൈഡ് ബൈ 1, ഇവിടെ 3560 ഡിവൈഡ് ബൈ 2, ഇവിടെ 5246 ഡിവൈഡ് ബൈ 3, 7508.6 ഡിവൈഡ് ബൈ 4, 9607.76 ഡിവൈഡ് ബൈ 5. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെർ മന്ത് കോസ്റ്റ് ഇത്രയൊക്കെയാണ് കിട്ടുന്നത് അല്ലേ? ഫസ്റ്റ് മന്തിലാണെങ്കിൽ 2600 രൂപ, സെക്കൻഡ് മന്തിലാണെങ്കിൽ 1780, തേർഡ് മന്തിലാണെങ്കിൽ 1748.67, ദെൻ 1877.15, 1921.55. ഇതിലേതാണ് മിനിമം കോസ്റ്റ്? ഇതാണ് അല്ലെ? മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത് 1748.67. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? 1748.67. അപ്പൊ നമുക്ക് പറയാം 3 മാസം കൂടിയിരിക്കുമ്പോൾ എന്ത് ചെയ്യുക? റീപ്ലേസ് ചെയ്യുക. 3 മാസം കൂടിയിരിക്കുമ്പോൾ ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് നടത്തുക. അങ്ങനെ വരുമ്പോൾ കോസ്റ്റ് ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റിന്റെ കോസ്റ്റിനേക്കാളും കുറവല്ലേ? നിങ്ങൾ ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് കോസ്റ്റ് എടുത്തേ 1791 അല്ലേ? ഇവിടെ എത്ര വന്നു? ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് അത് 3 മാസം കൂടിയിരിക്കുമ്പോൾ 1748 വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് ആണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് അതിവിടെ കൺക്ലൂഷൻ ആയിട്ട് എഴുതാം. സിൻസ് ദ ആവറേജ് കോസ്റ്റ് ഈസ് ലോവസ്റ്റ് ഇൻ തേർഡ് മന്ത്, ദ ഒപ്റ്റിമം ഇന്റർവൽ ദാറ്റ് ഈസ് റീപ്ലേസ്മെന്റ് ഈസ് 3 months. ഓൾസോ ദ ആവറേജ് കോസ്റ്റ് ഈസ് ലെസ് ദാൻ 1791 ഓഫ് ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ്. ദ ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് പോളിസി ഈസ് ബെറ്റർ. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് പോളിസി ആണ് ബെറ്റർ എന്ന് നമുക്ക് കൺക്ലൂഷൻ എഴുതാം. ഇങ്ങനെ വരുമ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചു എന്ന് പറയാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ശ്രദ്ധിച്ചോളുക. ഇഫ് ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് ഈസ് എക്കണോമിക്കൽ അറ്റ് കറന്റ് കോസ്റ്റ്. കറന്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റിന്റെ പെർ യൂണിറ്റ് കോസ്റ്റ് 3ഉം ഗ്രൂപ്പ് റീപ്ലേസ്മെന്റിന്റെ പെർ യൂണിറ്റ് കോസ്റ്റ് 1ഉം ആണ് അല്ലെ? അതുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് ആണ് ബെറ്റർ എന്നുള്ളത് നമ്മളിപ്പോൾ നിലവിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവർ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, then assess at what cost of individual replacement would be group replacement be uneconomical. ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് എത്ര രൂപ അല്ലെങ്കിൽ എത്ര രൂപയിൽ താഴെയാവുമ്പോഴാണ്, പെർ യൂണിറ്റിൽ എത്ര രൂപയിൽ താഴെയാവുമ്പോഴാണ് ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് അൺഎക്കണോമിക്കൽ ആവുക?
ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റിന്റെ കോസ്റ്റ് നമുക്ക് ഇവിടെ ഇല്ല. അത് എത്ര രൂപ അല്ലെങ്കിൽ എത്ര രൂപയിൽ താഴെ ആവുമ്പോഴാണ് ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ്, നമ്മൾ കണ്ടുപിടിച്ച ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് എക്കണോമിക്കൽ എന്നുള്ളത് അൺഎക്കണോമിക്കൽ ആവുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അതപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഇതുപോലൊരു ടേബിൾ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ കോസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റിനെ കെ ആയിട്ട് എടുക്കുകയാണ്. കോസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് 3 അല്ല നമ്മൾ അവിടെ എടുക്കുന്നത്, നമ്മളവിടെ കെ ആയിട്ട് എടുക്കുകയാണ്. കെ അത് നമ്മൾ കണ്ടുപിടിക്കണം, കെയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾ ആദ്യം ഈ രീതിയിലൊരു ടേബിൾ വരയ്ക്കുക. മന്തുകൾ എഴുതുക, 1 2 3 4 5. ആവറേജ് കോസ്റ്റ് ഓഫ് ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് എഴുതുക. ആവറേജ് കോസ്റ്റ് ഓഫ് ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് 2000 ഡിവൈഡ് ബൈ 1 എന്നാണോ? അല്ല, ഞാൻ പറഞ്ഞു അതിൽ രണ്ട് കാര്യങ്ങളുടെ, രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുടെ മിക്സർ ആണെന്ന് പറഞ്ഞു. ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് അതിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് 200 ഇൻറ്റു കെ ഡിവൈഡ് ബൈ 1, 2000 പ്ലസ് ക്യുമുലേറ്റീവ് എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് 520 ഇൻറ്റു കെ. കെയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം, ഡിവൈഡ് ബൈ 2 വരും. അങ്ങനെ താഴേക്ക് എഴുതുക. ആവറേജ് കോസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എത്ര യൂണിറ്റ്സ് ആയിരുന്നു ആവറേജ് നമ്പർ ഓഫ് റീപ്ലേസ്മെന്റ് വരുന്നത്? ആവറേജ് നമ്പർ ഓഫ് റീപ്ലേസ്മെന്റ് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു, 597 പെർ മന്ത് നമുക്ക് റീപ്ലേസ്മെന്റ് വരും അല്ലേ. ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് കോസ്റ്റ് നമുക്ക് ഇവിടെ കെ ആയിട്ട് എടുക്കണം. സോ 597 ഇൻറ്റു കെ. ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ ഒരു വാല്യൂ എങ്ങനെ കിട്ടി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പോവാണ്. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. ഓക്കെ, എങ്ങനെ ചെയ്യാം? ഞാൻ ഇവിടോട്ട് തന്നെ ചെയ്യാണ്. 2000 ഒന്നാമത്തെ ആണ്, ഫസ്റ്റ് മന്തിലാണ്. 2000 പ്ലസ് 200 കെ ഡിവൈഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 597 കെ എന്നല്ലേ. ഓക്കെ, ഇതെങ്ങനെ സോൾവ് ചെയ്യാം? 2000 ദാറ്റ് ഈസ് ഈക്വൽ ടു 597 കെ മൈനസ് 200 കെ അല്ലേ. എത്ര വരും? 2000 ദാറ്റ് ഈസ് ഈക്വൽ ടു 597 കെയിൽ നിന്ന് 200 കെ പോകുമ്പോൾ 397 കെ. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? 2000 ഡിവൈഡ് ബൈ 397 ദാറ്റ് ഈസ് ഈക്വൽ ടു 5.04. ഇതേ രീതിയിൽ നിങ്ങൾ കെയുടെ വാല്യൂസ് സെക്കൻഡ് മന്തിലെയും തേർഡ് മന്തിലെയും ഫോർത്ത് മന്തിലെയും ഫിഫ്ത്ത് മന്തിലെയും കണ്ടുപിടിക്കുക. കണ്ടുപിടിക്കുക. ഇങ്ങനെ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചോ? ജലദോഷമുണ്ട്, സോറി. ഇതില് മിനിമം കോസ്റ്റ് കെയുടെ വാല്യൂയിൽ മിനിമം വരുന്ന ഏതാണ്? 2.82 ആണ്. 2.82 അല്ലേ. അപ്പൊ നമുക്ക് കൺക്ലൂഷൻ എഴുതാം. ഇഫ് ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് ഈസ് എനിത്തിങ് സ്മോളർ ദാൻ 2.8 then group replacement would be uneconomical. ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് കോസ്റ്റ് 2.82 അല്ലെങ്കിൽ അതിൽ താഴെ, അല്ലെങ്കിൽ 2.82ൽ താഴെയാണ് വരുന്നതെങ്കിൽ ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് ആണ് ബെറ്റർ. ആ സാഹചര്യത്തിൽ ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് എന്താവും? അൺഎക്കണോമിക്കൽ ആവും. പറഞ്ഞാൽ മനസ്സിലായോ? ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് കോസ്റ്റ് 2.82ൽ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഗ്രൂപ്പ് റീപ്ലേസ്മെന്റിലേക്ക് പോകരുത്. അത് അൺഎക്കണോമിക്കൽ ആയിരിക്കും. അവിടെ എപ്പോഴും ഫേവറബിൾ ഏതായിരിക്കും? ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് ആയിരിക്കും. ഓക്കെ, അതാണ് രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഹൗ ഹൈ can the cost per unit in group replacement to be make a preference for individual replacement policy? മൂന്നാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ how high can the cost per unit in group replacement to be make a preference for individual replacement policy? ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് നിലവിലെ കോസ്റ്റ് എത്രയാണ്? 1 rupees ആണ് അല്ലേ. എത്ര രൂപയിൽ കൂടുമ്പോഴാണ് നമ്മൾ ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് പോളിസിക്ക് പ്രിഫറൻസ് കൊടുക്കേണ്ടത്? പറഞ്ഞ മനസ്സിലായോ?
ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് നിലവിലുള്ള കോസ്റ്റ് എന്ന് പറയുന്നത് 1 rupees ആണ്. അതൊരു എക്സ്റ്റെന്റ് വരെ നമുക്ക് കൂടാം. പക്ഷേ ഒരു എക്സ്റ്റെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് നടത്തുന്നത് നമുക്ക് ബെനിഫിഷ്യൽ ആവില്ല, ഫേവറബിൾ ആവില്ല. ആ സാഹചര്യത്തിൽ ഏതായിരിക്കും ബെറ്റർ പോളിസി? ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് ആയിരിക്കും. സോ അത് ഏതാണ് ആ കോസ്റ്റ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏത് കോസ്റ്റിൽ കൂടുതൽ വരുമ്പോഴാണ് ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് പോളിസി ബെറ്റർ ആവുക, പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമുക്ക് താഴേക്ക് വരാം. മുമ്പേ നിങ്ങൾ വരച്ച പോലെ തന്നെ ഒരു ടേബിൾ വരയ്ക്കുക. നമ്മളിവിടെ ഗ്രൂപ്പ് റീപ്ലേസ്മെന്റിന്റെ കോസ്റ്റ് എ ആയിട്ട് എടുക്കുകയാണ്. ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് കോസ്റ്റ് 1 അല്ല, എ ആയിട്ട് എടുക്കുകയാണ്. നമ്മൾ ആ എയുടെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പോവാണ്. മുമ്പേ വരച്ച പോലെ തന്നെ ടേബിൾ വരയ്ക്കുക, മന്തുകൾ എഴുതുക. ആവറേജ് കോസ്റ്റ് ഓഫ് ഗ്രൂപ്പ് റീപ്ലേസ്മെന്റ് 2000 എന്ന് കൊടുക്കണം. നമുക്ക് ഇവിടെ എയുടെ വാല്യൂ കണ്ടുപിടിക്കണം, 1 അല്ല കേട്ടോ. ദെൻ നമ്മൾ ഇൻഡു ചെയ്തില്ലേ, 3 കൊണ്ട് ഇൻഡു ചെയ്ത ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് കോസ്റ്റ്, അതാണ് എഴുതേണ്ടത്. ക്യുമുലേറ്റീവിനെ നമ്മൾ 3 കൊണ്ട് ഇൻഡു ചെയ്തില്ലേ, ആ വാല്യൂസ് ആണ് എഴുതേണ്ടത്. ഡിവൈഡ് ബൈ മന്ത്. ആവറേജ് ഓഫ് ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 1791. ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റിന്റെ കോസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട് പെർ മന്ത് 1791 നമ്മൾ ആദ്യം കണ്ടുപിടിച്ചിരുന്നു. അതിട്ട് കൊടുക്കുക. ദെൻ ഇക്വേഷൻ സോൾവ് ചെയ്യുക, എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഞാൻ ആദ്യത്തെ മാത്രം ചെയ്ത് കാണിക്കാം. കാണിച്ചാൽ പോരെ? ആദ്യത്തെ മാത്രം ചെയ്ത് കാണിക്കാം. ഫസ്റ്റ് വന്നില്ലേ 2000 A പ്ലസ് 600 അല്ലേ, ഡിവൈഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1791. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? 2000 A പ്ലസ് 600 1791. 2000 A ദാറ്റ് ഈസ് ഈക്വൽ ടു 1791 മൈനസ് 600 അല്ലേ. 2000 A 1791 600 പോകുമ്പോൾ 1191. ദാറ്റ് ഈസ് ഈക്വൽ ടു A ഈസ് ഈക്വൽ ടു 1191 ഡിവൈഡ് ബൈ 2000. ഇത്ര വരും 0.60. ഇങ്ങനെ നിങ്ങൾ സെക്കൻഡ് മന്തിലെയും തേർഡ് മന്തിലെയും ഫോർത്ത് മന്തിലെയും ഫിഫ്ത്ത് മന്തിലെയും കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇതിൽ ഹയസ്റ്റ് വരുന്ന ഏതാണ്? നമ്മൾ മറ്റടുത്ത് മിനിമം ആണ് നോക്കി, ഇവിടെ ഹയസ്റ്റ് നോക്കുക. ഹൈ കോസ്റ്റ് അല്ലേ നോക്കണ്ടേ? 1.06. സോ നമുക്ക് കൺക്ലൂഷൻ എഴുതാം. വെൻ യൂണിറ്റ് കോസ്റ്റ് ഈസ് മോർ ദാൻ 1.6, ഗ്രൂപ്പ് റീപ്ലേസ്മെന്റിന്റെ കോസ്റ്റ് 1.06ലും കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഏത് പോളിസിയാണ് ബെറ്റർ? ഇൻഡിവിജ്വൽ റീപ്ലേസ്മെന്റ് പോളിസിയാണ് ബെറ്റർ. ഇങ്ങനെ കൺക്ലൂഷൻ എഴുതാം. ഇത്രേ ഉള്ളൂ. ഇതായിരുന്നു ആ ഒരു പ്രോബ്ലം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിച്ചോളുക. ചോദിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി പഠിച്ചോളുക. ഓക്കെ, താങ്ക് യു.